ഇറാനുമേൽ നാവിക ഉപരോധം ഏർപ്പെടുത്തി US. ആണവായുധം ഉപേക്ഷിക്കണമെന്ന അമേരിക്കയുടെ നിബന്ധനയ്ക്ക് ഇറാൻ വഴങ്ങാതെ വന്നതോടുകൂടിയാണ് ഇറാനുമേൽ നാവിക ഉപരോധം ഏർപ്പെടുത്താൻ ഇന്നലെ ട്രംപ് തീരുമാനിച്ചത്. ഇന്നലെ രാത്രി 7:30 തന്നെ നാവിക ഉപരോധം നിലവിൽ വന്നു. ഇസ്രായേൽ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹു അതിന് തൻ്റെ പൂർണ്ണമായ പിന്തുണയും നൽകിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇറാനോട് പലതവണ അമേരിക്ക ആണവായുധ ശേഖരം അല്ലെങ്കിൽ ആണവായുധ നിർമ്മാണം ഉപേക്ഷിക്കാനായിട്ട് നിബന്ധന വെച്ചു. പക്ഷേ ഇറാൻ അതിന് തയ്യാറായില്ല. അതാണ് പ്രധാനമായിട്ടും ഇന്നലെ ഇങ്ങനെയൊരു നീക്കത്തിന് കാരണം. പാകിസ്ഥാന്റെ നേതൃത്വത്തിൽ നടന്നിരുന്ന സമാധാന ചർച്ചകളെല്ലാം പരാജയപ്പെട്ടതോടുകൂടി സ്ഥിതി കൂടുതൽ വഷളാവുകയാണ്. ഇപ്പോൾ നിലവിലെ സാഹചര്യം എന്താണെന്ന് വെച്ചാൽ, സ്ട്രെയ്റ്റ് ഓഫ് ഹോർമസ് വഴി ഇറാന്റെ തുറമുഖത്തേക്ക് അല്ലെങ്കിൽ ഇറാന്റെ തീരപ്രദേശങ്ങളിലേക്ക് പോകുന്ന ഏതൊരു രാജ്യത്തിൻ്റെ കപ്പലും തങ്ങൾ തടയുമെന്നാണ് അമേരിക്കയുടെ നാവികസേന അറിയിച്ചിരിക്കുന്നത്. എന്നാൽ അമേരിക്കയുടെ നാവികസേന തങ്ങളുടെ ഭാഗത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ തങ്ങൾ ആക്രമിക്കും എന്ന് ഇറാനും പറഞ്ഞിട്ടുണ്ട്. എൻ്റെ തീരപ്രദേശത്തേക്കല്ലാതെ സഞ്ചരിക്കുന്ന ഏത് രാജ്യത്തിൻ്റെ കപ്പലിനെയും സ്ട്രെയ്റ്റ് ഓഫ് ഹോർമസ് വഴി കടത്തി വിടുമെന്നാണ് അമേരിക്ക പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അമേരിക്കൻ നാവികസേനയെ എതിർക്കാനായിട്ട് ഇറാൻ്റെ ഏതെങ്കിലും കപ്പൽ വന്നാൽ ഞങ്ങളൊന്നും നോക്കില്ല, അടിച്ചിടുകയുള്ളൂ എന്നും ട്രംപ് പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണെങ്കിലും യുദ്ധം കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയാണ്.